സംവിധായകനും നടനും നിർമ്മാതാവുമായ എം.എ. നിഷാദ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ എം.എ. നിഷാദ്, ഈ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഇത്തരം അക്രമ സംഭവങ്ങൾ, ലഹരിമരുന്ന് ഉപയോഗം, ഇതിനൊന്നും സിനിമ ഒരു കാരണമല്ല എന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പറയുന്നതിനോട് സംവിധായകൻ കൂടിയായ താങ്കൾ യോജിക്കുന്നുണ്ടോ? സിനിമ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരാളെയെങ്കിലും സമൂഹത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള അഭിപ്രായമാണ്. സമൂഹത്തിൽ നടക്കുന്ന വിഷയം തന്നെയാണ് സിനിമ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും സമൂഹത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും സിനിമയിൽ കാണിച്ചിട്ട് അത് അപ്പാടെ സമൂഹത്തിൽ അനുകരിക്കാനുള്ള ഒരു പ്രവണത ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീമതി ഭാഗ്യലക്ഷ്മി ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാളമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രങ്ങളിൽ ഒന്ന് ജനിച്ചത് മലയാളത്തിലാണ് എന്ന് വളരെ ലജ്ജയോടുകൂടി പറയേണ്ടതായിട്ടിരിക്കുന്നു. ചെറുപ്പക്കാർ പിള്ളേരെ അത് സ്വാധീനിക്കുകയും വയലൻസിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ദുരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിനിമയ്ക്കൊക്കെ എങ്ങനെ സർട്ടിഫിക്കറ്റ്, സെൻസർ കിട്ടിയെന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരം സിനിമകൾക്കൊക്കെ OTT പ്രദർശനം പോലും തടഞ്ഞിരിക്കുന്നുണ്ട്. ഇത് വൈകി വന്ന വിവേകമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രീ നിഷാദ്, ഇപ്പോൾ അതിൽ OTT റിലീസ് ആയിട്ടുണ്ട്, പക്ഷേ ടെലിവിഷൻ ചാനലുകളിൽ ഇത് പ്രദർശിപ്പിക്കുന്നതിനാണ് വിലക്ക് ഉള്ളത്. ഈ സർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ തന്നെ ഇത് എന്തൊരു നീതിയാണ്? കാരണം ഇത് സിനിമാ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതിന് ഇതൊരു കുഴപ്പവുമില്ല, ഇത് OTT റിലീസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ടെലിവിഷൻ ചാനലിൽ പ്രദർശിപ്പിക്കുന്നതിന് മാത്രം വിലക്ക്. അതുപോലെ തന്നെ നേരത്തെ മാധു പറഞ്ഞ പ്രശ്നം, അതായത് സ്കൂൾ കുട്ടികൾ അവർ കാണാൻ പാടില്ലാത്ത സിനിമയാണ്, അവർ പോയി കാണുന്നതിന് ഇവിടെ നമ്മുടെ ഒരു അതായത് ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്ക് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോ ഈ സംസ്ഥാന സർക്കാർ, പോലീസ് ഇവരെല്ലാം ഇടപെടുന്നു. പക്ഷേ ഇത്തരം സിനിമകൾ പോയി കുട്ടികൾ കാണുന്നതിന് ആരും ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നില്ല. അല്ല, അത് തീർച്ചയായിട്ടും ഓരോ വിഷയങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്. അത് തിയേറ്ററിൽ തന്നെ അതിനുള്ള സ്വാധീനമുണ്ട്. സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ഇപ്പോ ഈ സിനിമയുടെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാൽ അതിന് താഴെ വരുന്നത് വളരെ ഫ്രസ്ട്രേറ്റഡ് മൈൻഡ്സിന്റെ ഏറ്റവും മോശമായ കമന്റുകളായി. അതൊന്നും ഭയപ്പെട്ടിട്ടൊന്നുമല്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകള് കാണാൻ കുടുംബപരമായിട്ട് മലയാളി സമൂഹം പോവുകയും പകുതിക്ക് ഇറങ്ങി വരികയും ചെയ്തിട്ടുള്ള ഈ സിനിമ കണ്ടിട്ട് പലരും. അപ്പം സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ അണിയറക്കാർക്കെതിരെ കേസെടുക്കണമെന്നൊക്കെ വരെ ചില ആളുകൾ പറയുന്നുണ്ട്. എനിക്ക് അതിനൊന്നും അഭിപ്രായമില്ല. എങ്കിലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തെ സിനിമ സ്വാധീനിക്കുന്നുണ്ട്, ചെറിയ തരത്തിലുള്ള. എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കുട്ടികളുടെ ഇടയിൽ അവരുടെ വളർന്നു വരുന്ന പ്രായമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഓരോ ദിവസവും നടന്നു വരുന്ന സംഭവങ്ങൾ. അതിന് ഒരു കാരണമായിട്ട് സിനിമ മാറിയിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ വന്ന ചർച്ചയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ണടച്ചിരുത്താക്കാൻ ആരും ശ്രമിക്കുന്നത് അത് ശരിയല്ല.